ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ ഇലയില്ലേ, വള്ളി നാരകം, വലിയ നാരകം. ആ നാരകത്തിൻ്റെ ഇല കൊണ്ടുള്ള അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഒരു ഇഞ്ചി കറിയൊക്കെ ഉണ്ടാക്കും, ഇഞ്ചി അച്ചാറൊക്കെ, ഇഞ്ചി കറി എന്നൊക്കെ പറയത്തില്ലേ, അതുണ്ടാക്കുന്ന പോലെയാണ് ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പം മോൾ അംഗനവാടി പോകുന്നതിന് മുമ്പ് രാവിലെ ഇതണക്ക് അച്ചാറിടണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മച്ചിക്ക് ഞാൻ ഇലയൊക്കെ പിച്ചി തരാമെന്നും പറഞ്ഞ് നൈവമോള് എന്നെ കത്രിക എടുത്തുകൊണ്ട് പിച്ചാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പിച്ചാനൊന്നും അയാൾ സമ്മതിച്ചില്ല. വള്ളിനാരകത്തിൻ്റെ ഇല നമുക്ക് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പം അതാണ് നമ്മൾ കൂടെ നമ്മളെ വീട്ടുവളപ്പിലുള്ള ഇലയാണ്. അപ്പം നമ്മളത് പിച്ചി അച്ചാറിടെ ഇടയ്ക്ക് ഇവിടെ ഇക്കാക്ക് ചോറ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് മാങ്ങ അച്ചാർ, നാരക അച്ചാർ, എന്തെങ്കിലും ഒരു അച്ചാർ കാണുമായിരുന്നു. അപ്പോൾ ഈ വള്ളിനാരകം മൊത്തം മണ്ടയെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞ, കാരണം എപ്പോഴും പുഴുവിൻ്റെ ശല്യമായതുകൊണ്ട് നമ്മൾ കൊച്ചു ഇങ്ങനെ പച്ച പുഴുക്കളുണ്ടല്ലോ, അതെല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ശല്യം കാരണം അങ്ങ് വെട്ടിക്കളഞ്ഞപ്പോൾ ആ വെട്ടിക്കളഞ്ഞ മണ്ടയിൽ നിന്ന് തന്നെ കൊച്ചു ഇലകൾ തളിർത്ത് വന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് കുറേ ഇലകൾ വെട്ടും, പിന്നെ അത് പിന്നെയും പൊട്ടിക്കിളിക്കും, പിന്നെയും നമ്മൾ ചിന്തോറും അതനുസരിച്ച് കിളിക്കാറുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഇലകളൊക്കെ കിട്ടി. അപ്പം നൈബമോൾ പിന്നെ പറഞ്ഞു, ഉമ്മച്ചി ഞാൻ അംഗനവാടി പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇലയെല്ലാം അച്ചാറിട്ട് വെയ്യാമെന്നും പറഞ്ഞാണ് അംഗനവാടിയിലേക്ക് പോയത്. ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സംസാരത്തിലൊരു ജലദോഷം കണക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ കയ്യിലിരുന്ന ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് ഇനി കുറവില്ലെങ്കിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കണമെന്നും പറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഈ നാരക ഇല നന്നായി വൃത്തിയാക്കി നല്ലപോലെ കഴുകിയെടുത്ത്, കാരണം നമ്മളെ വീട്ടുമുറ്റത്തേക്കുന്നെങ്കിലും കൊച്ചു പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഓരോ ഇലയും സൂക്ഷ്മമായിട്ട് എടുത്ത് വൃത്തിയാക്കിയൊക്കെ നോക്കിയപ്പോഴാണ് പുഴുവിനെ നമ്മൾ നേരത്തെ കണ്ടത്. എന്നിട്ട് നല്ലപോലെ പിന്നെയും നോക്കി കഴുകിയെടുത്തതിന് ശേഷം അത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് ഊറ്റിയെടുത്തപ്പം എനിക്ക് കൊച്ചു നാളിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉമ്മ ഈ അച്ചാറാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സ്കൂളിലെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഈ അച്ചാറും തൊട്ട് നക്കിയാണൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊതി, ഈ ഇലയുടെ അച്ചാർ കഴിക്കണമെന്നോ എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വീടുകളിലൊക്കെ പോയി തിരക്കി ഈ ഇലയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പള്ളിമുക്കിൽ ഒരു വീട്ടിൽ പോയി. അപ്പം നമുക്കൊരു റിലേറ്റീവ് തന്നെങ്കിലും ഒരു അകന്ന് ദൂരമുള്ള ഒരു റിലേറ്റീവാണ്. അവരെ വീട്ടിൽ പോയപ്പോഴാണ് ഇല കിട്ടിയത്. അപ്പോൾ എൻ്റെ 3 മക്കളെ പ്രസവ സമയത്ത് ആ ഒരു ഗർഭിണി ആ ഒരു ടൈമിലില്ലേ, അപ്പോഴും പ്രസവിച്ച് കിടന്ന ടൈമിലും എല്ലാം എനിക്ക് ഈ ഇല കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇതൊരു ഔഷധവും കൂടി ചേർന്ന ഔഷധമായിട്ടുള്ള ഇലയാണ്. അപ്പം അങ്ങനെ ഉമ്മ പിന്നെ കൊണ്ടുവന്നിട്ട് എനിക്ക് അച്ചാറിട്ട് തന്നു. അപ്പോൾ ഉമ്മ ഇടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന രീതിയിൽ അത്ര നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പാചകമൊന്നും അങ്ങനെ അറിയത്തില്ല. ഇതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയെ എടുക്കുന്നുള്ളൂ, കാരണം ഇല നമുക്ക് കുറച്ച് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇത്തിരി പോലും തേങ്ങ എടുക്കുന്നുള്ളൂ, അത്യാവശ്യമുള്ള ഇലക്കുള്ള. ഇല്ലെങ്കിൽ പിന്നെ ആ തേങ്ങ സ്മെല്ല് കൂടുതലും, നമ്മളെ ഇല കുറച്ചായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതും കുറവായിരിക്കും. കാരണം ഇലയുടെ നാരും കൊണ്ട് ഇലയുടെ ആ ഒരു സ്മെല്ലും മുന്തി നിൽക്കണം. നമുക്ക് തേങ്ങ അല്പം കുറഞ്ഞിരിക്കുന്നതാണ് ബെറ്റർ. നമ്മുടെ ഒരു തേങ്ങാമുറി ഫുള്ളും ഞാൻ തിരുവാൻ ഇത്തിരി സ്ലോ ആയിരുന്നു, എന്നാലും ഞാൻ തിരുവിയെടുത്ത്. പിന്നെ അതിനുശേഷം നമ്മളെ ആ ഇലയുണ്ടല്ലോ, വള്ളി നാരകത്തിൻ്റെ വലിയ ഇല, ആ ഇലയെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കാണ് നമ്മളെ ഇതിനകത്ത് നമ്മൾ ഇനിയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരി കൂടെ എളുപ്പം. അപ്പോൾ വലിയ ഇലയായിട്ടാണെങ്കിൽ പാടായിരിക്കും, കൊച്ചായിട്ട് അരിഞ്ഞിടണം. എന്നിട്ട് നമ്മളെ ഇതിനു മുമ്പ് ഒരു മാംഗോ പിക്കിളെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണാത്തവരാണെങ്കിൽ കയറി നോക്കണം. അപ്പം നമ്മുടെ ആ അച്ചാർ ഇടുന്നതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചേച്ചി ചോദിച്ചു, നിങ്ങൾ മഞ്ഞപ്പൊടി ഇടാറുണ്ടോ? ഞങ്ങളാരും ഇടാറില്ല, നിങ്ങളൊക്കെ അത് ഇടുമോ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം സത്യത്തിൽ മാങ്ങ അച്ചാറിൽ മഞ്ഞപ്പൊടി ഇടുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു തരണേ, എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഈ തേങ്ങയും ഈ ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ ഈ ഇലയും കൂടി ഇട്ട് കൊടുത്തു. ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ അതിലേക്ക് അരിഞ്ഞ് ചേർത്തു. പിന്നെ പച്ചമുളക് വേണമെന്നവർക്ക് പച്ചമുളക് ചേർക്കാം ഈ എരിയുടെ ഇതിന്. ഞാൻ പിന്നെ ഇവിടെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അതിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങ നല്ലപോലെ നമ്മൾ വറുക്കുക. തേങ്ങ ഈ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വറുത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് വേണമെന്ന് നമ്മൾ കരിയാപ്പില ഉണ്ടെങ്കിൽ കരിയാപ്പിലയൊക്കെ ഇടാം. ഇപ്പം എൻ്റെ കയ്യിൽ എന്തായാലും കരിയാപ്പില ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞ്, എന്തിനാ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതില്ല ഇതില്ല എന്ന് പറയുന്നത്.
നമ്മളടുത്ത് ഇല്ലാത്തത് ഇല്ല എന്നല്ലേ പറയാം. അപ്പം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ തക്കാളി ഒരെണ്ണേ ചേർത്തോളൂ, അങ്ങനെ ഒരെണ്ണം ചേർത്തോളൂ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇല്ലാത്തത് ഇല്ല എന്നല്ലേ പറയാൻ പറ്റും. നമ്മളിപ്പോൾ വെറുതെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്തതുപോലെ, ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളതുപോലെ ജീവിക്കണമെന്നല്ലേ പറയാറുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇല്ലായ്മ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ പൊങ്ങച്ചം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ, അല്ലേ? പിന്നെ കുറേ പേര് പറഞ്ഞ് ഇങ്ങനെയല്ല വീഡിയോ ചെയ്യേണ്ടത് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, സംസാരിക്കുന്നതിന് ഓരോ മാറ്റങ്ങളുണ്ട്, ഇല്ല നമ്മൾ സാധാ സംസാരിക്കുന്ന കണക്ക് സംസാരിക്കരുത്. ഇപ്പം എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം, അപ്പം നമ്മൾ ആ രീതിയിലല്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നമ്മൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നില്ല എന്നല്ല, ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉൾപ്പെടുത്തുകയല്ല. നമ്മളതിനകത്ത് എന്നെ അങ്ങ് മാറ്റി വെച്ചിട്ട് മറ്റൊരാളായിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ മാറ്ററിൽ നിന്നൊക്കെ പോയി. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തപ്പോഴത്തേക്ക് നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഈ ഇലയങ്ങ് നല്ലപോലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഇലയങ്ങ് ഒരു ഡ്രൈ ആയി, നമ്മൾ അത്യാവശ്യമില്ല കരിയാപ്പിലയൊക്കെ നമ്മളിട്ട് വറുക്കുമ്പോഴത്തേക്ക് ഡ്രൈ ആവുന്നത് പോലെ അങ്ങ് ഡ്രൈ ആയി. അപ്പോൾ അതിലേക്ക് ഇച്ചിരി പോലും അങ്ങ് ഇത്തിരി അത്യാവശ്യം ഒരു തേങ്ങ ഉണ്ടായിരുന്നത് ഇത്തിരി പോലും തേങ്ങയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 2 കരണ്ടി മുളക് പൊടിയും ഇതിലും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയും മഞ്ഞൾപ്പൊടി ചേർക്കണ്ടെന്ന്, എനിക്ക് ചേർത്തേ പറ്റൂ കേട്ടോ. എന്തോ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് തുടങ്ങിയോണ്ടായിരിക്കും, എന്തോ ചെയ്താൽ അതൊരു ശീലമായത് കൊണ്ടായിരിക്കും മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി പറഞ്ഞ ആ മഞ്ഞൾപ്പൊടിയും ഈ മുളക് പൊടിയും നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുക. മീൻസ് വറുത്ത് നല്ല മൂപ്പിച്ച് ഈ മുളക് പൊടിയും ഇതും നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണേ. നമ്മൾ മൂപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ആറാൻ വെച്ചപ്പം ഇത് മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് നമ്മളിങ്ങനെ അത്രയ്ക്ക് നല്ലപോലെ ഇത് മൂത്തിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഈ കൂട്ടെല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് പൊടിക്കാനാണ്. അപ്പം അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പുളിവെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ഒന്നുകൂടി അടിക്കണം. അപ്പം നല്ല മഷി പോലെ അരയണം. ഏത് പാത്രത്തിലാണോ നമ്മൾ അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രം പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് വെച്ച് കൊടുക്കണം. ഞാൻ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന കറിച്ചട്ടിയാണ് അച്ചാറിടുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കൂടെ ഇരുന്നാൽ നമ്മൾ സമയം എടുക്കുന്തോറും ഇച്ചിരി ഒന്ന് ഇരുന്നാൽ നല്ലപോലെ കുറുകി വരും. അതിനുവേണ്ടിയാണ് ഞാൻ മൺചട്ടി എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിനകത്ത് വിനാഗിരിയൊക്കെ നമ്മൾ ഒഴിച്ചാൽ കുറേ ദിവസം മാസങ്ങളോളം ഇരിക്കും. നമ്മളതിൽ വിനാഗിരി ഇല്ല, കാര്യശരി തന്നെ. പക്ഷേ നമ്മളതിൽ കുറച്ച് ഇതേ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ വെച്ചെടുത്താൽ മതി. അതപ്പോൾ അതിന് ഫ്രിഡ്ജിലോട്ട് വെക്കാനോ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലോ കുഴപ്പമില്ല. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഉണക്കമുളകൊക്കെ ഇട്ട് അത് നമ്മളൊന്ന് താളിച്ചെടുക്കണം. പിന്നെ ഈ കറിച്ചട്ടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ നല്ലപോലെ വെട്ടിത്തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം പോലുള്ളതെല്ലാം അത്രയും ലൂസായിട്ടുള്ള ക്വാണ്ടിറ്റി എല്ലാം മാറി നല്ല കട്ടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാം. അതല്ല കറിച്ചട്ടി തന്നെ 2-3 ദിവസത്തേക്ക് വെച്ചേക്കാമെങ്കിൽ അങ്ങനെ. പിന്നെ വിനാഗിരി ഒഴിക്കുമെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഇത് വെച്ചിരുന്നെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച് പറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഈ ഇല എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും നല്ല സൂപ്പറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്, സൂപ്പറാണ്. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അയ്യോ ഇതിങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നത്തില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്